കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ കർഷകരെ പ്രാപ്തരാക്കേണ്ടതുണ്ടെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. കാലാവസ്ഥാ വ്യതിയാനം പോലെ വന്യമൃഗശല്യത്തിനും ശാശ്വത പരിഹാരമില്ലെങ്കിൽ പുതിയ തലമുറ കൃഷിയിലേക്കുണ്ടാവില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. കൽപ്പറ്റ നഗരസഭയുടെ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽപ്പറ്റ കൃഷിഭവന്റെയും നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെയാണ് ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ കർഷക ദിനാഘോഷ പരിപാടികൾ നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി.ജെ. ഐസക്കിന്റെ അധ്യക്ഷതയിൽ ടി സിദ്ദിഖ് എം.എൽ.എ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖല നേരിടുന്ന ഗൗരവതരമായ പ്രയാസങ്ങൾ, അതിന് അവർക്ക് ഗുണപരമായി ലഭ്യമാകുന്ന സ്കീമിന്റെ അഭാവങ്ങൾ, പദ്ധതികളുടെ അഭാവങ്ങൾ, ഇതെല്ലാമായി കാർഷിക മേഖലയിൽ ഒരു ചൂതാട്ടം പോലെയുള്ളതായിരിക്കുന്ന ഒരു മേഖലയായി ഈ കാർഷിക മേഖലയും മാറുന്നു എന്നുള്ളതാണ് കർഷകന്റെ പ്രധാനപ്പെട്ടതായ പ്രശ്നങ്ങളും ആവരാതികളും. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കാർഷിക മേഖല മുന്നോട്ട് പോകുന്നതെന്നും കർഷകന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ചടങ്ങിൽ ആദരിക്കപ്പെട്ട മികച്ച മുതിർന്ന കർഷകൻ ആർ പ്രഭാകരൻ പിള്ള പറഞ്ഞു. കൃഷി തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനൊരു കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നുള്ള മോചനം, ഇതൊന്നും കൃഷിക്കാർക്ക് ലഭിക്കാറില്ല. സത്യത്തിൽ ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ പന്നി, കുരങ്ങ്, മയിൽ, എല്ലാ സാധനങ്ങളും മറ്റ് മൃഗങ്ങളും അവിടെ വരാറുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെയാണ് വഴി സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ മാറ്റം എന്നുള്ളത് കൃഷിക്കാർക്ക് അനുകൂലമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മികച്ച കർഷകരായ പി.വി. സുരേഷ്, സ്മിത ബിജു, പി. സഫറുള്ള, അഷ്റഫ് പുളമണ്ണിൽ, എം.എ. ചിരദീപ്, അലി ഹസൻ തുടങ്ങിയവരെ പൊന്നാട അണിയിച്ചും ഫലകം നൽകിയും ഫലവൃക്ഷ തൈകൾ നൽകിയും ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സരോജിനി ഓടമ്പത്ത് കുട്ടിക്കൃഷിത്തോട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ. മമ്മൂട്ടി കാർഷിക സെമിനാറിന് നേതൃത്വം നൽകി. കാർഷിക ക്വിസ് മത്സരത്തിന് കൃഷി ഓഫീസർ കെ. വി. ശാലിനി നേതൃത്വം നൽകി. കർഷക ദിനാഘോഷത്തിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു. വയനാട് വിഷൻ, കൽപ്പറ്റ.